ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഭൗതിക ശാസ്ത്ര ശാഖകളാണ്. ഓക്കെ, ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? സർ ഐസക് ന്യൂട്ടൺ ആണ്. ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് ഐസക് ന്യൂട്ടൺ. ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ. 1905 1905 വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തം. ഇക്വേഷൻ എന്താണ്? ഇ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ ആണ്. വിശിഷ്ട ആപേക്ഷിക സിദ്ധാന്തം. അന്താരാഷ്ട്ര ഭൗതിക ശാസ്ത്ര വർഷം ഏതാണ്? 2005 അന്താരാഷ്ട്ര ഭൗതിക ശാസ്ത്ര വർഷം 2005. ഗ്രീക്ക് വേർഡ് നേച്ചർ എന്നാണ് മീനിങ്. ഗ്രീക്ക് വേർഡ് നേച്ചർ എന്നാണ് മീനിങ്. ഓക്കെ, ഭൗതിക ശാസ്ത്ര ശാഖകള്. ഭൗതിക ശാസ്ത്രത്തിന്റെ ഉപവിഭാഗങ്ങൾ പ്രധാനമായി രണ്ട് പ്രമുഖ മണ്ഡലങ്ങളുണ്ട്. ഒന്ന് സ്ഥൂല മണ്ഡലം മാക്രോസ്കോപ്പിക്, രണ്ട് സൂക്ഷ്മ മണ്ഡലം മൈക്രോസ്കോപ്പിക്. ഒന്നാമത്തത് സ്ഥൂല മണ്ഡലമാണ്. പരീക്ഷണശാല, ഭൂമി തുടങ്ങി ജ്യോതിർഗോളം വരെ വ്യാപിച്ചു കിടക്കുന്നു. സൂക്ഷ്മമണ്ഡലോ? ആറ്റങ്ങൾ, തന്മാത്രകൾ, ആണവ പ്രതിഭാസങ്ങൾ. ക്ലാസിക്കൽ മെക്കാനിക്സ് സ്ഥൂല പ്രതിഭാസങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഗലീലിയോ, കെപ്ലർ, ന്യൂട്ടൺ എന്നിവർ. മെക്കാനിക്സ് തെർമോഡൈനാമിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്, ഒപ്റ്റിക്സ്. ക്ലാസിക്കൽ മെക്കാനിക്സ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്നറിയപ്പെടുന്നു. ക്ലാസിക്കൽ മെക്കാനിക്സ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്നറിയപ്പെടുന്നു. സൂക്ഷ്മമണ്ഡലം മോഡേൺ ഫിസിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്. സൂക്ഷ്മമണ്ഡലത്തിൽ പെടുന്നതാണ് മോഡേൺ ഫിസിക്സും ക്വാണ്ടം മെക്കാനിക്സും. 1900 മുമ്പുള്ളതെല്ലാം ക്ലാസിക്കൽ മെക്കാനിക്സ്, 1900 ശേഷമുള്ളവയെല്ലാം മോഡേൺ ഫിസിക്സ്. 1900 മുമ്പുള്ളതെല്ലാം ക്ലാസിക്കൽ മെക്കാനിക്സും 1900 ശേഷമുള്ളവയെല്ലാം മോഡേൺ ഫിസിക്സും. ക്ലാസിക്കൽ മെക്കാനിക്സ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്നറിയപ്പെടുന്നു. ഓക്കെ, ക്ലാസിക്കൽ മെക്കാനിക്സ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്നറിയപ്പെടുന്നു. സൂക്ഷ്മ മണ്ഡലം മോഡേൺ ഫിസിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്. 1900 മുമ്പുള്ളതെല്ലാം ക്ലാസിക്കൽ മെക്കാനിക്സ്, 1900 ശേഷമുള്ളവയെല്ലാം മോഡേൺ ഫിസിക്സ്. ശാസ്ത്രജ്ഞർ, കണ്ടുപിടുത്തങ്ങൾ. മൈക്കൽ ഫാരഡെ കണ്ടുപിടുത്തം എന്താണ്? വൈദ്യുത കാന്തിക പ്രേരണ നിയമമാണ്. മൈക്കൽ ഫാരഡെ വൈദ്യുത കാന്തിക പ്രേരണ നിയമം. ഡബ്ല്യു സി റോൺജൻ എക്സ്റേ ആണ്. കണ്ടുപിടുത്തം എക്സ്റേ. ഡബ്ല്യു സി റോൺജൻ എക്സ്റേ. ജെ ജെ തോംസൺ ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രകാശ വൈദ്യുത പ്രതിഭാസം, അതേപോലെ ആപേക്ഷിക സിദ്ധാന്തം. ഏണസ്റ്റ് റുദർഫോർഡോ ആറ്റത്തിന്റെ രൂപഘടന. ഏണസ്റ്റ് റുദർഫോർഡ് ആറ്റത്തിന്റെ രൂപഘടന. അതുപോലെ ഏണസ്റ്റ് റുദർഫോർഡ് ആറ്റത്തിന്റെ രൂപഘടന. നീൽസ് ബോർ H2 ആറ്റത്തിന്റെ ക്വാണ്ടം രൂപഘടന. നീൽസ് ബോർ H2 ആറ്റത്തിന്റെ ക്വാണ്ടം രൂപഘടന. സി വി രാമൻ തന്മാത്രകൾക്കിടയിലെ സൂക്ഷ്മ പ്രകാശ വിതരണം, രാമൻ പ്രഭാവം എന്നറിയപ്പെടുന്നു. സി വി രാമൻ തന്മാത്രകൾക്കിടയിലെ സൂക്ഷ്മ പ്രകാശ വിതരണം, രാമൻ പ്രഭാവം. എസ് എൻ ബോസ് ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ്. എസ് എൻ ബോക്സിന്റെ കണ്ടുപിടുത്തം എന്താണ്? എസ് എൻ ബോസിന്റെ കണ്ടുപിടുത്തം ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, ജെയിംസ് ചാഡ്വിക്കിന്റെ കണ്ടുപിടുത്തം എന്താണ്? ന്യൂട്രോൺ ആണ്. ജെയിംസ് ചാഡ്വിക്കിന്റെ കണ്ടുപിടുത്തം ന്യൂട്രോൺ. സുബ്രഹ്മണ്യം ചന്ദ്രശേഖറിന്റെ കണ്ടുപിടുത്തം എന്താണ്? ചന്ദ്രശേഖർ പരിധി, ചന്ദ്രശേഖർ ലിമിറ്റ്, നക്ഷത്രഘടനയും പരിണാമവും. ഹോമി ജഹാംഗീർ ബാബയുടെ കണ്ടുപിടുത്തം എന്താണ്? കോസ്മിക് വികിരണമാണ്. കോസ്മിക് വികിരണം. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മീ. വിൽ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.